എയും ബിയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സിയും ഡിയും വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ എം മണി സ്ത്രീകളെ അവമാനിക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു എന്നാരോപിച്ച് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് 26/4/2017 സംസ്ഥാന പോലീസ് ചേർന്നു. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ADGP സൗത്ത് സോൺ മുഖേന ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകുകയും തുടർന്ന് മൂന്നാർ DYSP അന്വേഷണം നടത്തിയിട്ടുമുണ്ട്. നേരിട്ട് കേസെടുക്കുന്നതിനുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടില്ല എന്നതിനാൽ ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇക്കാര്യത്തിൽ സർക്കാരിന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. ശ്രീ വി ഡി സതീശൻ. ഇടുക്കിയിലെ ജില്ലാ കളക്ടറും സബ് കളക്ടറും ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക തീരുമാനം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനും കയ്യേറ്റം ഒഴിവാക്കാനും പോയപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കുറ്റകൃത്യത്തിൽ നിന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും മൂന്നാറിലെ പെമ്പിളൈ ഒരുമയിൽ നടത്തിയ സമരത്തെക്കുറിച്ച് വളരെ സ്ത്രീകൾക്ക് അപമാനകരമായ രീതിയിൽ പ്രസംഗിക്കുകയും ചെയ്തു എന്ന ആരോപണം മന്ത്രിക്കെതിരെ നിലനിൽക്കുമ്പോൾ ഇത് സംബന്ധിച്ച് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന DGPക്ക് പരാതി നൽകിയിട്ടും ഇന്ത്യൻ പീനൽ കോഡിലെ പ്രൊവിഷൻസ് എല്ലാം അട്രാക്റ്റ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ മന്ത്രി ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് മന്ത്രി ശ്രീ എം മണിക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാത്തതെന്ന് അങ്ങ് വ്യക്തമാക്കും. സർ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സ്ത്രീകളെ അവമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി എന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിൽ ഒരു കേസ് എടുക്കാൻ കഴിയുമായിരുന്നില്ല. ഔദ്യോഗിക കൃത്യനിർവഹണം സംസ്ഥാന സർക്കാർ നിർദ്ദേശമനുസരിച്ച് ഇടുക്കി ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അക്കാര്യത്തിൽ മന്ത്രി എന്ന നിലക്ക് ഒരു തടസ്സവും ശ്രീ എം മണി സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസെടുക്കാൻ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ജില്ലാ കളക്ടർക്കെതിരായും സബ് കളക്ടർക്കെതിരായും അവിടുത്തെ സ്ത്രീകൾക്കെതിരായും മന്ത്രി എം മണി നടത്തിയ പരാമർശം നാട്യഭാഷയാണ്, നാട്ടുഭാഷയാണ് എന്നുള്ള ന്യായീകരണമാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നൽകാൻ ശ്രമിച്ചത്. സർ, അങ്ങനെ ഒരു നാട്ടുഭാഷയുടെ ഭാഗമാണിതെങ്കിൽ ഇത് സംസ്ഥാനത്തെ പാഠാവലിയിൽ ഉൾപ്പെടുത്തി കുട്ടികളെ ഗ്രാമീണ ഭാഷ പഠിപ്പിക്കാനാണോ സർക്കാർ ശ്രമിക്കാൻ പോകുന്നത്? സർ, ഈ മന്ത്രിക്ക് ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇന്ത്യൻ പീനൽ കോഡിലെ പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്തിട്ട് പോലും ഒരു വ്യക്തിക്കെതിരായി കേസെടുക്കാത്തത് മന്ത്രി എന്നുള്ള നിലയിലുള്ള എന്തെങ്കിലും ഒരു പ്രിവിലേജ് ഇന്ത്യൻ പീനൽ കോഡിന്റെ മുമ്പിലോ ക്രിമിനൽ നടപടിക്രമങ്ങളുടെ മുമ്പിലോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കേരളത്തിലുണ്ടോ? എന്തുകൊണ്ടാണ് മനഃപൂർവ്വമായി ഒരാൾക്കെതിരായി കേസില്ല എന്ന് സർക്കാർ തീരുമാനിച്ചാൽ മതിയോ? അന്വേഷണം നടത്തി കേസെടുക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാവുന്നില്ല? സർ, ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയാണ് നിലപാടെടുത്തത്. സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനമെടുത്തതല്ല. പരാതി പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കൊടുത്തു. അന്വേഷണത്തിൻ്റെ ഭാഗമായി കേസെടുക്കത്തക്ക കുറ്റങ്ങളില്ല എന്നതുകൊണ്ട് കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ശ്രീ അൻവർ സാദത്ത്. സർ, അങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് എം മണി നടത്തിയ പ്രസ്താവന തള്ളിപ്പറഞ്ഞു. പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ അന്ന് തള്ളിപ്പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അത് വളരെ ഗൗരവത്തിലെടുത്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് സഭയിലും അതുപോലെ പുറത്തും ആ പ്രസ്താവനയെ അനുകൂലിച്ച് അല്ലെങ്കിൽ അതിനോട് യോജിച്ച് അതിനെ വേറെ വിമർശനങ്ങളില്ലാത്ത രീതിയിൽ തന്നെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കാമോ? സർ, അതുമായി ബന്ധപ്പെട്ട് ബഹുമാനായ എം മണിയുടെ പ്രസംഗം പ്രത്യേകമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണയുടെ ഭാഗമായുള്ള പ്രതികരണങ്ങൾ നടത്തിയവർ തന്നെ പിന്നീട് അത് തെറ്റിദ്ധാരണയായിപ്പോയി എന്ന് പറയുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയല്ല സംസാരിച്ചത്, എന്താണ് എന്ന് പരിശോധിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് പിന്നീട് വ്യക്തമായപ്പോൾ ആ തരത്തിലൊരു കുറ്റം എന്ന നിലക്കുള്ള കാര്യങ്ങളല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ശ്രീ സണ്ണി ജോസഫ് ഓതറൈസ് ചെയ്ത പ്രകാരം ശ്രീ PT തോമസ്. സർ, പെമ്പിളയൊരുമേ സമരം നടന്നു. അന്ന് കുടിയും സകല വൃത്തികേടും നടന്നു. അടുത്ത കാട്ടിലാണ് നടന്നത്. ഇത് രണ്ടാമത് അങ്ങേ വ്യക്തത വരുത്തി അല്ലെ സ്പഷ്ടീകരിച്ച് റിപ്പോർട്ടർ ചാനൽ രണ്ടാമത് നടത്തിയതിൻ്റെ അകത്തുള്ളതാണ്. അതോടൊപ്പം തന്നെ സബ് കളക്ടറെ കൈകാര്യം ചെയ്യുമെന്നും
കാല് വെട്ടുമെന്നും പറഞ്ഞു. അതും മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതൊന്നും കേരള ഗവൺമെന്റ് കാണുന്നില്ലേ? ഹൈക്കോടതി ചോദിച്ച ചോദ്യം, മന്ത്രിക്കെതിരെയുള്ള ആക്ഷേപം ഗുരുതരമായ വിഷയമാണെന്നും പോലീസ് മേധാവി ഇതൊന്നും കാണുന്നില്ലേ എന്നും ഹൈക്കോടതി നടത്തിയതായി പറയപ്പെടുന്ന പരാമർശനം പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ എം.എം. മണിയേക്കാൾ ഗുരുതരമായ ഈ കാര്യത്തിൽ കാണിക്കുന്ന കൃത്യവിലോപം, ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുന്ന നടപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവുന്നത്. എന്റെ ചോദ്യം, പാർട്ടി അച്ചടക്ക നടപടി എടുത്തത് എന്തിനാണ്? പാർട്ടി എടുത്ത അച്ചടക്ക നടപടി സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ല. ഇതേ ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി താക്കീത് ചെയ്യുന്നത് ഇതേ പരസ്യമായി താക്കീത് ചെയ്യുന്ന വാർത്ത വെച്ചു. നിങ്ങൾ എന്ത് കുഴപ്പം കാട്ടിയാലും നിങ്ങളുടെ മന്ത്രി കാട്ടിയാലും പാർട്ടി നടപടി എടുത്തതിന് വിരോധമില്ല. പക്ഷേ ഈ സഭയിൽ ഒരു മന്ത്രിയായ, കേരളത്തിലെ മന്ത്രിയായ ഒരു മന്ത്രി നടത്തിയ ഗുരുതരമായ ഈ വീഴ്ചയ്ക്ക് ഞാൻ ചോദിക്കുന്നു, സകല വൃത്തികേടും വ്യാഖ്യാനിക്കാമോ? ഈ സകല വൃത്തികേടും. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഇനിയാണെങ്കിലും തെറ്റ് തിരുത്തി നടപടിയെടുക്കുമോ, കേസെടുക്കുമോ എന്നാണ് വ്യക്തമാക്കേണ്ടത്. സർ, നിയമത്തിനു മുന്നിൽ മന്ത്രിയോ MLA എന്നുള്ള പരിഗണനയൊന്നുമില്ല. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് സ്വീകരിക്കുക. ഇതിൽ പരാതി വന്നു, പരാതി ലഭിച്ചു, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി, അങ്ങനെ കേസ് എടുക്കത്തക്ക കുറ്റമുണ്ടായിട്ടില്ല എന്ന് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കേസും ഇല്ലാതിരിക്കുന്നത്. സർക്കാർ തീരുമാനത്തിൻ്റെ ഭാഗമായല്ല. അതിൽ പ്രത്യേക രക്ഷപ്പെടുത്തുന്ന നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മന്ത്രി എന്ന നിലക്കുള്ള പ്രത്യേക പ്രിവിലേജ് അദ്ദേഹത്തിന് ലഭിച്ചതുമല്ല. സാധാരണ നിയമ നടപടിക്രമം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം ചുമത്തത്തക്ക ഒന്നും ഉണ്ടായിട്ടില്ല. ശ്രീ V.S. ശിവകുമാർ ഓതറൈസ് ചെയ്ത പ്രകാരം ശ്രീ എൽദോസ് കുന്നപ്പള്ളി. സാർ, നിയമാനുസൃതം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നതും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ ആക്ഷേപിച്ച് സംസാരിച്ചതുമായ മന്ത്രി M.M. മണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് എന്തെങ്കിലും നിയമനിർദ്ദേശം ലഭിച്ചിട്ടുണ്ടോ? നിയമോപദേശം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് നിയമോപദേശം നൽകിയത്? സർ, ഇത്തരം പരാതികൾ ലഭിച്ചാൽ നിയമോപദേശം വാങ്ങുന്ന ഒരു രീതിയില്ല. പരാതി അന്വേഷിക്കാൻ വേണ്ടി പോലീസിന് കൈമാറുകയാണ്. അത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് മേധാവി തന്നെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സാധാരണ നിലക്കുള്ള പരിശോധനയും അന്വേഷണവുമാണ് നടന്നിട്ടുള്ളത്. മറ്റൊരു നിലപാടും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ശ്രീ A.M. ആരിഫ്. സർ, UDF ഭരണത്തിന് കീഴിൽ ശ്രീ KC ജോസഫ് ഒരു ന്യായാധിപനെ നീലത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കേണ്ടായി. അത് സംബന്ധിച്ച് എന്തെങ്കിലും ക്രിമിനൽ നടപടികൾ അക്കാലത്ത് എടുത്തിരുന്നോ? അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇതുപോലെ തന്നെ പരസ്യമായ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം നാം കണ്ടതാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ ഒരു SIയുടെ തൊപ്പി തെറിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രോശം. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കേസ് നിലവിലുണ്ടോ? അത് സംബന്ധിച്ച് എന്താണ്? ശ്രീമതി ജമീല ഇബ്രാഹിം സർ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണ് എനിക്ക് ചോദിക്കാം. ശ്രീമതി ജമീല ഇബ്രാഹിം ഒരു പ്രസംഗത്തിൽ DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ CPM പ്രവർത്തകരെ വെട്ടി നുറുക്കി കൊന്നു എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും കേസ് അക്കാലത്ത് സർ, ഇവിടെ ബഹുമാനായ KC ജോസഫ് നടത്തിയ പരാമർശത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് അദ്ദേഹം തന്നെ പരസ്യമായി അക്കാര്യത്തിൽ ഖേദപ്രകടനം നടത്തുകയും മറ്റ് നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. അത് ആ നിലക്ക് അവസാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. മറ്റ് നിയമ നടപടികളൊന്നും പിന്നെ അതിൻ്റെ തുടർച്ചയായി ഉണ്ടായിട്ടില്ല. മറ്റു കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോഴില്ല സർ. ശ്രീ ഷാഫി പറമ്പിൽ. സർ, അങ്ങിവിടെ സൂചിപ്പിച്ചു അതിൽ ശ്രീ M.M. മണിയുടെ പ്രസംഗത്തിൽ ഒന്നും നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല. സർക്കാർ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ പോയൊരു ഉദ്യോഗസ്ഥനെ കൈയും കാലും ഒടിക്കുമെന്ന് പറയുന്നതും ഊളംപാറയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞതും, സാർ, ഊളംപാറയിൽ സാധാരണക്കാരായ രോഗികൾ ചികിത്സക്ക് വരുന്ന ഒരു സ്ഥലമാണ്. ഒരു മന്ത്രിക്ക് തോന്നുമ്പോൾ ഉദ്യോഗസ്ഥരെ അയക്കാനുള്ള സ്ഥലമല്ല. അത് ഊളംപാറയിലെ രോഗികളായ ആളുകളോടുമുള്ള അവഹേളനമാണ്. ഈ ഉദ്യോഗസ്ഥനെ ഊളംപാറയിലേക്ക് അയക്കുമെന്ന് മന്ത്രി പറഞ്ഞത് ഈ നാട്ടിലെല്ലാവർക്കും ബോധ്യമുള്ള കാര്യം. സാർ, അത് ശരിയാണോ? അതിനെ അങ്ങ് ന്യായീകരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു മന്ത്രി പ്രസ്താവന നടത്താൻ പാടുണ്ടോ? അതിലേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ എടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? സർ,
സർ സർ ഊളംപാറയിലേക്ക് അയക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. സർ, ഇവിടെ നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് പൊതുവെ ഗവൺമെൻറ്റിനുള്ളത്, മന്ത്രിസഭയ്ക്കുള്ളത്, എല്ലാ മന്ത്രിമാർക്കുമുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മന്ത്രിയും നിലപാട് സ്വീകരിക്കില്ല. ഇവിടെ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ എടുക്കത്തക്ക ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടില്ല. യെസ്, ചോദ്യം നമ്പർ 482 ശ്രീ VP സജീന്ദ്രൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, 25/4/2017 സാക്ഷ്യപ്പെടുത്താത്ത പകർപ്പ് ലഭിച്ചു. 28/4/2017 സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ലഭിച്ചു. ബി, നിയമവകുപ്പ് സെക്രട്ടറിയുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും നിയമോപദേശം തേടിയ ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ ആപ്ലിക്കേഷനും കൂടാതെ വിധി പുനഃപരിശോധിക്കുന്നതിനായി ഒരു റിവ്യൂ ഹർജിയും 3/5/2017 സമർപ്പിക്കുകയുണ്ടായി. വിധി നടപ്പിലാക്കുവാൻ കാലതാമസമുണ്ടായിട്ടില്ല. ഡി, നൽകിയിരുന്നു. സർക്കാരിൻ്റെ ക്ലാരിഫിക്കേഷൻ ഹർജി 25,000 രൂപ സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിക്ക് ജുവനൈൽ ജസ്റ്റിസ് ഇഷ്യൂ സംബന്ധിച്ച ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അടച്ചുകൊണ്ട് പിൻവലിക്കാൻ അനുമതി നൽകുകയുണ്ടായി. ഇ, നൽകിയിരുന്നു. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശപ്രകാരമാണ് റിവ്യൂ ഹർജി നൽകിയത്. എഫ്, നിയമവകുപ്പ് സെക്രട്ടറി, അഡ്വക്കേറ്റ് ജനറൽ എന്നിവരിൽ നിന്ന് നിയമോപദേശം തേടിയിരുന്നു. ശ്രീ സജീന്ദ്രൻ. സാർ, ഈ നിയമവകുപ്പ് സെക്രട്ടറി DGP TP സെൻകുമാറിൻ്റെ കേസിൽ സുപ്രീം കോടതി വിധി ഉടൻ നടപ്പിലാക്കണമെന്ന് ഉപദേശം നൽകിയിട്ടും സർക്കാർ മേൽപ്പടി കേസിൽ വ്യക്തതാ ഹർജി നൽകുവാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട്? പിന്നീട് മേൽപ്പടി കേസിൽ സർക്കാർ വ്യക്തതാ ഹർജി പിൻവലിക്കുവാനുണ്ടായ സാഹചര്യം കൂടി വ്യക്തമാക്കാം. സർ, ഈ കേസിൽ തുടർ നടപടികൾ എന്ത് വേണം എന്നതിനെ സംബന്ധിച്ച് നിയമ സെക്രട്ടറിയിൽ നിന്നും അഡ്വക്കേറ്റ് ജനറലിൽ നിന്നും നിയമോപദേശം തേടിയിരുന്നു. ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് നൽകുന്നതിന്, ഈ ക്ലാരിഫിക്കേഷൻ ഹർജി നൽകുന്നതിനുള്ള നിലയുണ്ടായത്. അത് കോടതി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പിൻവലിക്കുന്ന നില വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാറേ, കൊടുവള്ളി MLA ശ്രീ കാരാട്ട് റസാക്ക് തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന ശബ്ദരേഖ സഹിതം DGPക്ക് നൽകിയ പരാതിയിന്മേൽ കാലതാമസം വരുത്തി യഥാസമയം നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി ഇപ്പോഴത്തെ DGPയുടെ നടപടി സർക്കാർ ഇടപെട്ട് നടപ്പിലാകാതിരിക്കാനുള്ള കാരണം എന്താണ്? സർ, കാരാട്ട് റസാക്കിൻ്റെ ജീവൻ അപകടത്തിൽ എന്ന് അദ്ദേഹത്തിന് തോന്നിയതിൻ്റെ ഭാഗമായി നൽകിയ ഹർജിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കാലതാമസം ആ പരാമർശിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥയുടെ ഭാഗത്ത് ഉണ്ടായതായി പരിശോധനയിൽ കണ്ടിട്ടില്ല. റസാക്കിൻ്റെ കാര്യമല്ല പറയുന്നത്, ഈ പറഞ്ഞ കാര്യമാണ്. പ്ലീസ്. റോജി എം ജോൺ. സർ, TP സെൻകുമാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിന്മേൽ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് എത്ര രൂപ ചെലവായിട്ടുണ്ട്, 3 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് ചെലവായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു വിവരാവകാശ രേഖ പുറത്തു വന്ന് അത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. അത് വാസ്തവമാണോ, അല്ലെങ്കിൽ എത്ര രൂപ സർക്കാരിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവായിട്ടുണ്ട്? സർ, കേസിന് സാധാരണ പണം ചെലവാകും, പക്ഷെ എത്രയാണെന്ന് ഇപ്പം എൻ്റെ കയ്യിൽ വിവരമില്ല. അത് ഒരു മറച്ചു വെക്കേണ്ട കാര്യമല്ല. ആ വിവരം എന്താണെന്ന് പിന്നീട് വ്യക്തമാക്കാൻ പറ്റും. ശ്രീ അനിൽ അക്കര. സർ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ സഭയിലും ഈ സഭയിലും രേഖാമൂലം എഴുതി കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യം ചോദിച്ചത്. അടുത്ത പൂരം വരാറായി, ഇതേവരെ ഒരു മറുപടിയും കിട്ടുന്നില്ല സാർ. ആ പൂരം കഴിഞ്ഞു, അടുത്ത പൂരം വരാറായി. ഇതിന്റെ ഉപചോദ്യം ചോദിക്കും. അല്ല, ഒരു മറുപടിയും കിട്ടില്ല. അത് ഞാൻ അത് പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ചോദിക്കാൻ അല്ല, എനിക്ക് മറുപടി കിട്ടാത്തതുകൊണ്ട് പറഞ്ഞാൽ ഇതേവരെ കിട്ടുന്നില്ല. ഇപ്പൊ അദ്ദേഹം അങ്ങ് ഉപചോദ്യം ചോദിക്കാനാണ് ആവശ്യപ്പെട്ടത്, അത് ചെയ്യൂ. അല്ല, ഞാൻ കിട്ടാത്തതുകൊണ്ട് പറഞ്ഞ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ സെൻകുമാറിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ചെലവ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കോടതി ചെലവ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നാണോ അടയ്ക്കുന്നത്, അതല്ല ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്നാണോ അടയ്ക്കുന്നത്? അതറിയേണ്ടത്.
സർ, തൃശ്ശൂർ പൂരത്തിൻ്റെ മേലെ വേറൊരു പൂരം ഉണ്ടാക്കാമെന്ന് ചിലർ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. നല്ല ഭംഗിയായി തന്നെ തൃശ്ശൂർ പൂരം നടക്കുകയുണ്ടായി. എന്താണ് ബഹുമാനായ അംഗം ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് വ്യക്തമല്ല. അത് സംബന്ധിച്ച് അടുത്ത പൂരം വന്നാലും ഈ സർക്കാർ നല്ല രീതിയിൽ തന്നെ നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. അതിൽ മനസ്സ് വല്ലാതെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. മറ്റു കാര്യങ്ങൾ സാധാരണ നിലയിൽ ഗവൺമെൻറ്റേതായ വക ചെലവിടുന്ന രീതിയിൽ ചെലവിടും. മറ്റേതെങ്കിലും ആൾ ചെലവിടേണ്ടതല്ലത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അച്ചടക്ക ലംഘനങ്ങളുടെ ഒരു ഘോഷയാത്ര നടക്കുന്നതായിട്ട് മാധ്യമങ്ങളിൽ വരികയാണ്. സർ, ഗവൺമെൻറ് ഏതായാലും ശരി, അതുപോലുള്ള വാർത്തയും അതുപോലുള്ള സംഭവങ്ങളും ഒരു സംസ്ഥാനത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുമെന്നുള്ളത് അങ്ങേക്കറിയുമല്ലോ. സർ, ഇതുപോലുള്ള കൃത്യം വരാതിരിക്കാത്ത വിധത്തിൽ അച്ചടക്ക വിധേയമായി ഈ കാര്യങ്ങൾ പോകത്തക്ക വിധത്തിൽ ഗവൺമെൻറ് എന്ത് നടപടിയാണ് എടുക്കുന്നത്? ഒരു ഏതാണ്ട് 100-ലധികം DYSPമാർ ഒറ്റയടിക്ക് മാറ്റി എന്ന് മാധ്യമത്തിൽ. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒത്തിരി ആളുകളെ ഇളക്കി പ്രതിഷ്ഠിച്ചു. സർ, ഇൻസബോർഡിനേഷൻ അവിടെ നടക്കുന്നതായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വരികയാണ്. സർ, ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിയമസമാധാന പാലനത്തെ ഗുരുതരമായി ബാധിക്കും. ആ സാഹചര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് എന്ത് നടപടി സ്വീകരിക്കും എന്ന് അറിയിക്കാം. സർ, ബഹുമാനായ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ അംഗത്തിൻ്റെ ഉത്കണ്ഠ ഏതെങ്കിലും തരത്തിൽ പോലീസിൽ അച്ചടക്കം ലംഘിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമോ എന്നാണ്. സർ, ഈ സർക്കാർ പോലീസിലെ അച്ചടക്കത്തിന് വലിയ തോതിലുള്ള മുൻഗണന തന്നെയാണ് നൽകുന്നത്. അച്ചടക്ക ലംഘനത്തിൻ്റെതായ ഒരു പ്രവണതയും അനുവദിക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. ചോദ്യം നമ്പർ 453 ശ്രീ എസ് രാജേന്ദ്രൻ ഓതറൈസ്ഡ് പകരം ശ്രീ KK രാമേന്ദ്രൻ നായർ. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി. സർ, ജനസംഖ്യയാണ് ഒരു പ്രാഥമികാരോഗ്യത്തിൻ്റെ കീഴിലുള്ളത്. അത് രജിസ്റ്റർ ചെയ്യാൻ, ഈ ജനങ്ങളെ അവിടെ രജിസ്റ്റർ ചെയ്യാനും കുടുംബ ഡോക്ടർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളും പകർച്ചവ്യാധികളും എല്ലാം നിയന്ത്രിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കേന്ദ്രമായി പ്രാഥമികാരോഗ്യ കേന്ദ്രം മാറും. അതുപോലെ തന്നെ രോഗപ്രതിരോധത്തിലൂന്നിയ ചികിത്സ നൽകും. രോഗി സൗഹൃദമായിട്ടുള്ള ആശുപത്രിയായിട്ട് മാറും. ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ സ്പെഷ്യാലിറ്റി കേന്ദ്രങ്ങളിലേക്ക് വരുന്ന സ്ഥിതി ഒഴിവാക്കിക്കൊണ്ട് അവിടെ വെച്ച് തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് തന്നെ പരിശോധനയും ചികിത്സയും നൽകാനുള്ള സംവിധാനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ടെറിഷറി മേഖലകളിലുള്ള തിരക്ക് നന്നായിട്ട് ഒഴിവാക്കാൻ കഴിയും. ഇതൊക്കെയാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റുമ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. സർ, ഇത് സംബന്ധിച്ചുള്ള ട്രെയിനിങ്ങിനുള്ള മൊഡ്യൂൾ തയ്യാറായിട്ടുണ്ട്. ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മെഡിക്കൽ ഓഫീസർമാരെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരിക്കണം ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്നതിൻ്റെ മാതൃക തയ്യാറാക്കി എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ സർക്കാർ നടപ്പിലാക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ചികിത്സാ മേഖലയിൽ പ്രാഥമിക ആരോഗ്യ രംഗത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട്, രോഗപ്രതിരോധത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട്, ചികിത്സാ ചെലവ് കുറയ്ക്കാനുള്ള സംവിധാനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള മെച്ചപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിനുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനുള്ള തീരുമാനമാണ് ഇത് സംബന്ധിച്ചുണ്ടായത്. ഇതിൻ്റെ പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ MC റോഡ്, നാഷണൽ ഹൈവേ തുടങ്ങിയ റോഡുകളിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ച തോതിൽ വരികയാണ്. ഇപ്പോൾ ചെങ്ങന്നൂർ പോലെ ജില്ലാ ആശുപത്രിയായി പ്രഖ്യാപിച്ച ആ ആശുപത്രികളിൽ ട്രോമാ കെയർ യൂണിറ്റോ IC യൂണിറ്റോ ഇല്ലാത്തതിൻ്റെ ഫലമായി അത്യാഹിതം സംഭവിക്കുന്ന രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുന്നു. ഇടയ്ക്ക് വെച്ച് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഒരു നിയോജക മണ്ഡലത്തിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളിലെങ്കിലും ട്രോമാ കെയർ IC യൂണിറ്റുകൾ ആരംഭിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുമോ, നടപടി സ്വീകരിക്കും? സർ, കേരളത്തിൽ റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രോമാ കെയർ സംവിധാനം മെച്ചപ്പെടുത്താനുള്ള ആലോചന ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ട്. ഒരു സമ്പൂർണ്ണ ട്രോമാ കെയർ സിസ്റ്റം, മെച്ചപ്പെട്ട ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ പദ്ധതിയും തയ്യാറാക്കി കഴിഞ്ഞു. എയിംസിലെ ജയപ്രകാശ് നാരായൺ മെമ്മോറിയൽ ട്രോമാ കെയർ യൂണിറ്റ് ഞങ്ങൾ സന്ദർശിച്ചു. ആ മാതൃകയിൽ കേരളത്തിലെ ട്രോമാ കെയർ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചു. അതിനുള്ള പണവും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ പ്രധാനപ്പെട്ട ഹൈവേകളിലുള്ള പ്രധാനപ്പെട്ട ആശുപത്രികൾ തിരഞ്ഞെടുക്കുകയും അവിടുത്തെ ട്രോമാ കെയർ സിസ്റ്റം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ സംവിധാനം നടപ്പിലാക്കുന്നതിനാണ് ആലോചിക്കുന്നത്. ഈ സർക്കാരിൻ്റെ കാലയളവിൽ കേരളത്തിൽ വളരെ മെച്ചപ്പെട്ട ഒരു ട്രോമാ കെയർ സിസ്റ്റം ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. ശ്രീ KV അബ്ദുൽ ഖാദർ.
സാർ, ഈ സർക്കാർ ആരോഗ്യരംഗത്ത് ശ്രദ്ധാപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സാർ, ഈ താലൂക്ക് ആശുപത്രികളിൽ വലിയ തോതിലുള്ള തിരക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഒരു പ്രശ്നം സാർ, സ്റ്റാഫ് പാറ്റേണിലെ ഒരു സ്ഥിതിയാണ്. 1962 സ്റ്റാഫ് പാറ്റേണാണ് മിക്കവാറും എല്ലാ താലൂക്ക് ആശുപത്രികളിലും നിലനിൽക്കുന്നത്. ഡോക്ടർമാരുടെ എണ്ണം, സ്റ്റാഫിൻ്റെ എണ്ണം. ഈ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുന്നതിന് സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? എത്ര കാലം കൊണ്ട് അതിൻ്റെ ഒരു നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് വിശദീകരിക്കാൻ കഴിയുക? സർ, ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ ജനസംഖ്യ വർദ്ധിച്ചു, അതുപോലെ പേഷ്യൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സ്റ്റാഫ് പാറ്റേൺ മാറിയിട്ടില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. സർ, ഇപ്പോൾ നേരത്തെയുള്ള 61 സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചുള്ള സ്റ്റാഫ് പോലും ഇല്ല എന്നുള്ളത് നിരവധി തവണ ഞാൻ ഈ അസംബ്ലിയിൽ സൂചിപ്പിച്ചതാണ്. ആർദ്രം മിഷൻ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് നിലവിലുള്ള സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ഓരോ തലത്തിലുള്ള ആശുപത്രിക്കും നിർദ്ദേശിച്ച സ്റ്റാഫ് പോസ്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ഭാരിച്ച രീതിയിലുള്ള പോസ്റ്റ് ക്രിയേഷൻ ആവശ്യമായി വന്നത്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള MLA-മാർ അവരുടെ ആശുപത്രികൾ താലൂക്ക് ആശുപത്രിയായി പ്രഖ്യാപിച്ചെന്ന് പറയുകയും എന്നാൽ താലൂക്ക് ആശുപത്രിക്ക് നിർദ്ദേശിച്ച സ്റ്റാഫ് പാറ്റേൺ ഇല്ലെന്ന് പറയുകയും ചെയ്തുകൊണ്ട് മിക്കവാറും എല്ലാ മണ്ഡലത്തിൽ നിന്നും എനിക്ക് സബ്മിഷനോ ചോദ്യമോ ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ള ഇടപെടലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ ഇടപെട്ടുകൊണ്ട് പോസ്റ്റ് ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയത്. സാർ, എനിക്ക് അഭിമാനമുണ്ട്. 3000-ലേറെ പോസ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ആരോഗ്യ വകുപ്പിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാൻ ഈ ഗവൺമെൻറ് ചെയ്തു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. ഈ പറഞ്ഞ 170 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് മാത്രമായിട്ട് 650 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഡിമാൻഡ് ഡിസ്കഷൻ്റെ മറുപടിയിൽ ഓരോ മേഖലയിലും ക്രിയേറ്റ് ചെയ്ത പോസ്റ്റിൻ്റെ എണ്ണം ഞാൻ ഈ സഭാതലത്തിൽ പറഞ്ഞതാണ്. അതെല്ലാം ഉണ്ട്. കൂടുതൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. താലൂക്ക് ഹോസ്പിറ്റലിന് വേണ്ട പോസ്റ്റ് ക്രിയേഷൻ്റെ ഫയലുകൾ ഇപ്പോൾ ധനകാര്യ വകുപ്പിലാണ്. അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർ, ശ്രീ ജോർജ് എം തോമസ്. ഈ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ ഈ പനി കൂടിയുള്ളതുകൊണ്ട് നിന്ന് തിരിയാൻ സ്ഥലമില്ല, അത്രയധികം തിരക്കാണ്. ആ പശ്ചാത്തലത്തിൽ ഇതുവരെ ആർദ്രം പദ്ധതിയിലൊന്നും ഉൾപ്പെടുത്താത്ത താലൂക്ക് ആസ്പത്രികളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ മെച്ചപ്പെടുത്താൻ നടപടി സ്വീകരിക്കണം. 1. 2, നമ്മളെ ആരോഗ്യ സർവീസിന് പുറത്തുള്ള സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർമാരുണ്ട്, ലോക പ്രശസ്തരായിട്ടുള്ള നമ്മളെ നാട്ടുകാരുണ്ട്. അത്തരം ആളുകളുടെ സേവനം നമ്മളെ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കാൻ ഓൺ കോൾ സിസ്റ്റം പോലെയുള്ള സിസ്റ്റം ഏർപ്പെടുത്താൻ തയ്യാറാകുമോ എന്നതാണ്. സർ, CHC-കളെ അവഗണിക്കാൻ നമുക്ക് സാധിക്കില്ല. സർ, ആർദ്രം പദ്ധതിയിൽ സെക്കൻഡറി വിഭാഗത്തിൽ താലൂക്ക് ഹോസ്പിറ്റലുകളെ ഉൾപ്പെടുത്തിയതിൻ്റെ കൂടെ CHC-കളെയും പരിഷ്കരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. CHC-കളുടെ ഇന്നത്തെ നില മെച്ചപ്പെടുത്തണം. ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സഭാതലത്തിൽ പറഞ്ഞതാണ്. പഞ്ചായത്തിൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ, വികസന ബ്ലോക്കിൽ ഒരു CHC, താലൂക്കിൽ താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലയിൽ ജില്ലാ ഹോസ്പിറ്റലും ജനറൽ ഹോസ്പിറ്റലും. ഇവയിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ഓരോ ആശുപത്രികളെയായിട്ട് മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുകയാണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് ആവശ്യമായ സ്റ്റാഫ് പാറ്റേണും നിശ്ചയിച്ചിട്ടുള്ള സ്പെഷ്യാലിറ്റികളുമുണ്ട്. അതുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ വരുന്ന വർഷങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ പരിഷ്കരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സർ, അതോടൊപ്പം തന്നെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്താൻ ഇപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നിരന്തരമായിട്ട് നിരവധി ട്രെയിനിങ്ങുകളും മറ്റും SHSRC-യിൽ നടന്നു കഴിഞ്ഞു. സർ, ഫാക്കൽറ്റി എന്നുള്ള നിലയിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ സർക്കാർ സർവീസിലുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലുള്ള വിദഗ്ധരെ ക്ഷണിച്ചിട്ടുണ്ട്. വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നടക്കം വിദഗ്ധർ നമുക്ക് സഹായത്തിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ അസംബ്ലിയിൽ മറുപടി പറയുന്ന സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ലണ്ടനിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നടക്കമുള്ള പ്രതിഭകൾ നമ്മെ സഹായിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായി അവർ ആ കാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ക്വാളിറ്റി അഷുറൻസിൻ്റെ കാര്യത്തിലും വിദേശത്ത് നിന്നടക്കമുള്ള വിദഗ്ധരുടെ സഹായം ഇത്തരം കാര്യങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നേടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു. നമ്മുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനുള്ള അത്തരം സഹായങ്ങളെല്ലാം സർക്കാർ സ്വീകരിക്കുന്നതാണ്. ശ്രീ DK മുരളി. സർ, ഈ ക്യാഷ് അക്രഡിറ്റേഷൻ, ദേശീയ സർട്ടിഫിക്കേഷൻ, കായകൽപ്പ എന്നീ ഗുണനിലവാര അംഗീകാരം ലഭിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് അവയുടെ സേവന ഗുണനിലവാരം നിലനിർത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാമ്പത്തിക സഹായം എന്തെങ്കിലും നൽകുന്നുണ്ടോ? അതുപോലെ തന്നെ ആർദ്രം മിഷനിൽ ഉൾപ്പെടുത്തിയ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളെ ഈ ഗുണനിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമോ? സാർ, ഇത് നാഷണൽ ഗവൺമെൻറ്റിൻ്റെ ദേശീയ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് NABH അക്രഡിറ്റേഷനും
കേരളത്തിൽ നമ്മുടെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ക്യാഷ് അക്രഡിറ്റേഷനുമാണ് നമ്മളിപ്പോൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. NABH അക്രഡിറ്റേഷന് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് അത് ഏർപ്പാടാക്കാനുള്ള പണം അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ പണം അനുവദിക്കുന്നില്ല സർ. ക്യാഷ് അക്രഡിറ്റേഷൻ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ എന്തൊക്കെയാണ് ക്യാഷ് അക്രഡിറ്റേഷൻ വേണ്ടത് എന്നുള്ളത് ഈ ഉത്തരത്തിൻ്റെ ഭാഗമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ അക്രഡിറ്റേഷൻ സെൻട്രൽ ഗവൺമെൻറ് തരേണ്ടതാണ്. അത് കുറച്ച് ദീർഘമായ പ്രോസസ്സാണ്. നമ്മൾ അപേക്ഷിച്ചാൽ അവരുടെ പരിശോധനയും കാര്യമൊക്കെ അത് കൃത്യമായിട്ട് നമ്മൾ അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലുള്ള അക്രഡിറ്റേഷൻ പ്രോസസ്സ് വ്യാപകമാക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ ആശുപത്രികളും ക്യാഷ് നിലവാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും ആർദ്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളെ മുഴുവൻ ക്യാഷ് നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ തന്നെ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഭാവിയിൽ കേരളത്തിലെ എല്ലാ ആശുപത്രികളും ക്യാഷ് നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് സർക്കാർ പരിശ്രമിക്കുന്നത്.